ഭീകരരായ ദുഷ്ടരായ ഒരു കൂട്ടം ജനങ്ങളാണ് ഇറാനിലുള്ളത്. ഇറാനിയൻ ഭരണകൂടത്തിൽ നിന്നുള്ള ഭീഷണി ഇല്ലാതാക്കി അമേരിക്കൻ ജനതയെ സംരക്ഷിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. മിസൈൽ പ്രതിരോധ മേഖലയിൽ മുൻപന്തിയിലുള്ള, ഒരിക്കൽ ഇടപെട്ട് ഫലം കാണാതെ പോയ ഇറാനെക്കുറിച്ചാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ പറഞ്ഞത്. ഒരു തവണ യുദ്ധമുഖം വരെ എത്തിയ ഇറാൻ അമേരിക്ക സംഘർഷം വീണ്ടും ആരംഭിക്കുന്നതിന് മുന്നോടിയായി ട്രംപ് സമൂഹ മാധ്യമത്തിലിട്ട വീഡിയോയിലാണ് ഇത്തരമൊരു പ്രവോക്കിംഗ് വാചകം. ഒപ്പം ഒരു വാചകം കൂടി വാർത്തകളിൽ നിറയുന്നുണ്ട്. തങ്ങൾക്കു നേരെ തിരിഞ്ഞാൽ അതിന്റെ അവസാനം നിങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കില്ലെന്ന ഇറാൻ പാർലമെന്റിലെ ദേശീയ സുരക്ഷാ കമ്മീഷൻ തലവൻ ഇബ്രാഹിം അസീസിയുടെ മുന്നറിയിപ്പ്. ആ പറഞ്ഞത് വെറും വാക്കല്ലെന്നാണ് ഇറാന്റെ പ്രത്യാക്രമണങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ആണവ ശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ മധ്യേഷ്യയിൽ ഇവരുടെ സൈനിക കരുത്ത് എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. തുടങ്ങിയത് ഇസ്രായേലിന്റെ ലേബലിലാണെങ്കിലും നിലവിൽ ലോകത്തെ വൻ സൈനിക ശക്തിയായ അമേരിക്കയും സഖ്യകക്ഷികളും മധ്യേഷ്യയിലെ സൈനിക ശക്തിയിൽ ഒട്ടും പിന്നോട്ടല്ലാത്ത ഇറാനും തമ്മിലാണ് ഏറ്റുമുട്ടൽ. 1.5 ലക്ഷത്തോളം സൈനികരുള്ള നാവിക ശക്തിയിലും ഇന്റലിജൻസിലും ഒട്ടും പിന്നിലല്ലാത്ത, അത്യാവശ്യം വന്നാൽ 8 ലക്ഷത്തോളം റിസർവ് സൈനികരെ ഏത് നിമിഷവും രംഗത്തിറക്കാൻ കെൽപ്പുള്ള ഇറാനാണ് ഒരു വശത്ത്. മധ്യേഷ്യയിലെ ഏറ്റവും വലിയ ബാലിസ്റ്റിക് മിസൈൽ ശേഖരം കൈവശമുള്ള രാജ്യം ഇറാനാണെന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ തന്നെ വിലയിരുത്തൽ. ബഹ്റൈനിൽ, കുവൈത്തിൽ, UAE-യിൽ, സൗദിയിൽ, ജോർദാനുമടക്കം മധ്യേഷ്യയിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലെല്ലാം സൈനിക താവളങ്ങളുള്ള അമേരിക്കയാണ് ആക്രമണം നടത്തുന്നത്. മധ്യപൂർവേഷ്യയിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക ബേസായ ഖത്തറിലെ അൽ ഉദൈദ് എയർബേസിൽ ഇറാൻ മിസൈൽ വർഷിച്ചു എന്ന് പറഞ്ഞാൽ അത് ചെറിയ തിരിച്ചടിയൊന്നുമല്ല സഖ്യകക്ഷികൾക്ക്. 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനമായ ബഹ്റൈനിലെ താവളത്തിലും ആക്രമണം നടന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്കൻ നാവിക ആസ്ഥാനങ്ങളുള്ള പ്രധാന സ്ഥലങ്ങളിൽ പലതിനും മുന്നറിയിപ്പ് നൽകിയതുപോലെ ഇറാൻ ആക്രമണം നടന്നു എന്നാണ് ആദ്യ റിപ്പോർട്ടുകൾ പറയുന്നത്. ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെയാണ് ഇറാനിൽ പലയിടങ്ങളിലും സ്ഫോടനങ്ങൾ ഉണ്ടായത്. ശനിയാഴ്ച രാവിലെ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ പലയിടത്തു നിന്നും സ്ഫോടന ശബ്ദം കേട്ടതായും കനത്ത പുക ഉയർന്നതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മറുപടിയായാണ് ഇറാൻ പ്രത്യാക്രമണം തുടങ്ങിയത്. മുൻപ് പറഞ്ഞതുപോലെ ഗൾഫ് മേഖലയിലെ US വ്യോമ കേന്ദ്രങ്ങളിൽ, ഖത്തറിൽ, ബഹ്റൈനിൽ, കുവൈത്തിൽ, റിയാദിൽ, മനാമയിൽ രാജ്യങ്ങളോടല്ല മറിച്ച് അമേരിക്കൻ താവളങ്ങളോടാണ് തങ്ങൾ ഏറ്റുമുട്ടുന്നത് എന്ന ജാമ്യത്തോടെ ഇറാൻ ആക്രമണം നടത്തി. ഒട്ടനവധി മലയാളികൾ ജീവനോപാധിക്കായി കുടിയേറിയ സ്ഥലങ്ങളാണ് ഇവയെല്ലാം എന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. ആണവ നിർവ്യാപന കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ അമേരിക്ക ഇടഞ്ഞതിന് പിന്നാലെയാണ് നിലവിലെ ആക്രമണം. ഇറാന്റെ ഭീഷണി ഇല്ലാതാക്കാനാണ് US ഇസ്രായേൽ സംയുക്ത ആക്രമണം നടത്തിയതെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന. വൻ സൈനിക നടപടിയാണ് ആരംഭിച്ചിരിക്കുന്നതെന്നും ഇറാന്റെ ആണവ നിരായുധീകരണമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ട്രംപ് പറയുന്നുണ്ട്. എന്നാൽ അതത്ര എളുപ്പമായിരിക്കില്ലെന്നതാണ് നിലവിലെ സ്ഥിതിഗതികൾ ചൂണ്ടിക്കാട്ടുന്നത്. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ വ്യോമതാവളങ്ങളിൽ എത്താൻ കെൽപ്പുള്ള ദീർഘദൂര മിസൈലുകളടക്കം വൻ ആയുധ ശേഖരവും ഡ്രോണുകളും കൈവശമുള്ള രാജ്യമാണ് ഇറാൻ. ഇറാൻ നിലവിൽ ആണവായുധം വികസിപ്പിച്ചിട്ടില്ല എന്ന് അവകാശപ്പെടുമ്പോഴും അവരുടെ പല മിസൈലുകളും ആണവ പോർമുനകൾ വഹിക്കാൻ ശേഷിയുള്ളവയാണെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ ആശങ്കപ്പെടുന്നുണ്ട്. ഇറാന്റെ പക്കലുണ്ടായിരുന്ന സമ്പുഷ്ടീകരിച്ച് സൂക്ഷിച്ച യുറേനിയം എവിടെയെന്ന് അമേരിക്കയ്ക്കോ മറ്റാർക്കുമോ അറിയില്ല. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിക്ക് പോലും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ പ്രവേശനം നിയന്ത്രിതമാണ്. 2025 ജൂണിലാണ് US സഹായത്തോടെ ഇസ്രായേൽ ഇറാന്റെ ആണവ നിലയങ്ങളിൽ ബോംബിട്ടത്. അമേരിക്കയുടെ ആക്രമണത്തിൽ ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് കേടുപറ്റിയെങ്കിലും കാര്യമായ നാശനഷ്ടമുണ്ടായിരുന്നില്ല. ഖത്തറിലെ അമേരിക്കൻ വ്യോമതാവളങ്ങളിൽ ഇറാനും ആക്രമണം നടത്തിയതോടെയാണ് അന്ന് അമേരിക്ക പിന്മാറിയത്. 2025 യുദ്ധങ്ങൾക്കും തിരിച്ചടികൾക്കും ശേഷവും ഇറാന്റെ ആയുധക്കരുത്തിൽ ആർക്കും മറിച്ചൊരഭിപ്രായമില്ല. 2022 കണക്കനുസരിച്ച് 3000-ലധികം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാന്റെ പക്കലുണ്ടായിരുന്നത്. 2025 ഇസ്രായേലുമായി ഉണ്ടായ യുദ്ധത്തിന് ശേഷവും ഇത് ഏകദേശം 1500 മിസൈലുകളും 200 ലോഞ്ചറുകളുമായിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. ഇറാനിലെ വിവിധ പ്രവിശ്യകളിലായി കുറഞ്ഞത് 5 ഭൂഗർഭ മിസൈൽ കേന്ദ്രങ്ങളെങ്കിലും ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. വെറുമൊരു സംഭരണ കേന്ദ്രം എന്നതിലുപരി മിസൈലുകൾ കൊണ്ടുപോകാനുള്ള ഗതാഗത സംവിധാനങ്ങൾ, വിക്ഷേപണത്തിനുള്ള ഫയറിംഗ് സംവിധാനങ്ങൾ, മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ, സംഭരണശാലകൾ എന്നിവ ഉൾപ്പെട്ട അത്യാധുനിക സമുച്ചയങ്ങൾ. 2020 ഇറാൻ തങ്ങളുടെ ചരിത്രത്തിലാദ്യമായി ഒരു ബാലിസ്റ്റിക് മിസൈൽ ഭൂഗർഭ കേന്ദ്രത്തിൽ നിന്ന് നേരിട്ട് വിക്ഷേപിച്ചത്. ഇറാന്റെ മിസൈൽ സാങ്കേതിക വിദ്യയിലെ സുപ്രധാനമായ ഒരു നാഴികക്കല്ലായിരുന്നു ഇത്. ഇത്തരം കേന്ദ്രങ്ങൾ ഭൂമിക്കടിയിൽ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ സാധാരണ സൈനിക ആക്രമണങ്ങളിലൂടെ ഇവ നശിപ്പിക്കുക ഏറെ പ്രയാസകരമാണ്. ശത്രു രാജ്യങ്ങളുടെ വ്യോമാക്രമണങ്ങളിൽ നിന്ന് മിസൈൽ ശേഖരത്തെ സംരക്ഷിക്കാനും ഏത് സമയത്തും തിരിച്ചടി നൽകാനും ഈ ഭൂഗർഭ സിറ്റികളാണ് ഇറാനെ സഹായിക്കുന്നത്. ടെഹ്റാന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലും കെർമാൻഷാ,
സെംനാൻ തുടങ്ങിയ പ്രവിശ്യകളിലുമാണ് പ്രധാന മിസൈൽ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഇസ്രായേലിലെ ലക്ഷ്യസ്ഥാനങ്ങളിൽ വരെ എത്താൻ ശേഷിയുള്ള ഏകദേശം 2000 കിലോമീറ്റർ ദൂരപരിധി വരെയുള്ള മിസൈലുകൾ ഇറാന്റെ പക്കലുണ്ട്. സെജിൽ, ഖറോം ഷഹർ, എമാദ്, ഷഹാബി 3, ഹജ് ഖസം എന്നിവയെല്ലാം ദീർഘദൂര മിസൈലുകളിലെ പ്രധാനപ്പെട്ടവയാണ്. 2023 ഇറാൻ പുറത്തിറക്കിയ ശബ്ദത്തേക്കാൾ 5 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഫത്ത-1 എന്ന ഹൈപ്പർസോണിക് മിസൈൽ 1400 കിലോമീറ്റർ ദൂരപരിധിയിൽ ആക്രമണം നടത്താൻ ശേഷിയുള്ളതാണ്. നിലത്തുനിന്നും വിക്ഷേപിക്കാവുന്ന 1650 കിലോമീറ്റർ ദൂരപരിധിയുള്ള പവേ, വിമാനങ്ങളിൽ നിന്ന് വിക്ഷേപിക്കാവുന്നതും ആണവായുധം വഹിക്കാൻ ശേഷിയുള്ളതുമായ 3000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള KH-55 എന്നീ ക്രൂയിസ് മിസൈലുകളും ഇറാന്റെ ആയുധശേഖരത്തിലുണ്ട്. മിസൈൽ സാങ്കേതിക വിദ്യയിൽ ഏറെ മുന്നിലായ ഇറാൻ ദൂരപരിധി വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ മിസൈലുകളുടെ കൃത്യത വർദ്ധിപ്പിക്കുന്നതിനും പെട്ടെന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന സോളിഡ് ഫ്യൂവൽ സാങ്കേതിക വിദ്യയ്ക്കുമാണ് പ്രാധാന്യം നൽകുന്നത്. ആക്രമണത്തെക്കാൾ അമേരിക്കയിൽ നിന്നും ഇസ്രായേലിൽ നിന്നുള്ള പ്രതിരോധ മാർഗമായാണ് മിസൈൽ ശേഖരത്തെ ഇറാൻ കാണുന്നത്. ഇനി മധ്യേഷ്യൻ മേഖലയിലെ അമേരിക്കയുടെ നാവിക ആസ്ഥാനങ്ങൾ ഏതാണെന്ന് കൂടി നോക്കാം. മധ്യേഷ്യയിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക ബേസ് ഖത്തറിലെ അൽ ഉദൈദ് എയർബേസ് ആണ്. US സെൻട്രൽ കമാൻഡന്റിന്റെ ആസ്ഥാനമാണിത്. ഇറാഖ്, സിറിയ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലെ ഓപ്പറേഷനുകളാണ് ലക്ഷ്യം. ബഹ്റിനാണ് അമേരിക്കയുടെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനം. പേർഷ്യൻ ഗൾഫ്, ചെങ്കടൽ, അറബിക്കടൽ തുടങ്ങിയ മേഖലയിലെ ഇടപെടലാണ് ലക്ഷ്യം. കുവൈത്തിലുള്ളത് ക്യാമ്പ് ഹരിഫ്ജാൻ ആണ്. വടക്കൻ കുവൈത്തിൽ അലി അൽ സലേം എയർബേസ് ഉണ്ട്. വ്യോമാക്രമണത്തിനുള്ള സഹായങ്ങളും നിരീക്ഷണവും മിസൈൽ കേന്ദ്രവും എല്ലാമാണിവിടെ. UAEയിലാണ് അൽ ദഫ്ര എയർബേസ്. F-22 പോർ വിമാനങ്ങളും ഡ്രോണുകളും നിരീക്ഷണ വിമാനങ്ങളും എല്ലാം ഇവിടെ സജ്ജമാണ്. സൗദി അറേബ്യയിലാണ് പ്രിൻസ് സുൽത്താൻ എയർബേസ്. ഇവിടെയാണ് അമേരിക്കയുടെ എയർ ഡിഫൻസ് സംവിധാനമുള്ളത്. ജോർദാനിലാണ് മുവാഫക് സൽട്ടി എയർബേസ് ഉള്ളത്. ഒമാനിലെ തുമ്രൈത്ത് എയർബേസ്, മസിര ഐലൻഡ് എന്നീ എയർഫീൽഡുകൾ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള കരാറുമുണ്ട്. ഇറാഖിൽ അൽ അസദ് എയർബേസ്, എർബിൽ എയർബേസ് എന്നിവയുണ്ട്. വടക്ക് കിഴക്കൻ സിറിയയിലും US-ന്റെ ചെറിയൊരു മിലിറ്ററി ഔട്ട്പോസ്റ്റ് ഉണ്ട്. ഇസ്രായേൽ അമേരിക്ക സംയുക്ത ആക്രമണത്തിൽ ഇറാനിലെ ടെഹ്റാനിൽ 40 സ്കൂൾ വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടതായാണ് ഇറാന്റെ ഔദ്യോഗിക ന്യൂസ് ഏജൻസിയായ ഇർന റിപ്പോർട്ട് ചെയ്തത്. US സൈനിക താവളങ്ങൾ ലക്ഷ്യമാക്കി ഇറാനും ആക്രമണം നടത്തിയതോടെ ഏതാണ്ട് നിശ്ചലമാണ് പശ്ചിമേഷ്യയുടെ ആകാശവും. UAE, ഖത്തർ, കുവൈത്ത് തുടങ്ങിയ രാജ്യങ്ങൾ വ്യോമപാതകൾ അടച്ചതോടെ പല വിമാന സർവീസുകളും റദ്ദാക്കി കഴിഞ്ഞു. ഇതോടെ നിലവിലെ അത്യാവശ്യ യാത്രക്കാർക്ക് പോലും ഇന്ത്യയിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കും തിരിച്ചും യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്.